രാഹുലെ, കേരളത്തിലെ കോൺഗ്രസിന്റെ MLA-മാരെയും മന്ത്രിമാരെയും മേയർമാരെയും ഒക്കെ തീരുമാനിക്കുന്നത് കത്തോലിക്ക സഭയാണോ? ഇത് ശരിയാണോ? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം കത്തി നിൽക്കുന്നത് എറണാകുളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എറണാകുളത്ത് മിനിമോളെ മേയറാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കത്തോലിക്ക സഭ പറയുകയാണ് ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കരുത്, ഒരു കത്തോലിക്കക്കാർക്ക് മാത്രമേ സീറ്റ് കൊടുക്കാവൂ എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ വർഗീയപരമായിട്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, കോൺഗ്രസ് ഒരുപാട്, അതായത് കോൺഗ്രസിന്റെ അജണ്ട എന്ന് തന്നെ പറയുന്നത് മതേതരത്വമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജനം നടത്തുന്നത് പലപ്പോഴും കോൺഗ്രസിന് ഒരുപാട് പണി കിട്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എപ്പോഴും ഇപ്പോൾ നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, SC/ST കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ഇവർക്കെല്ലാം അക്കോമഡേഷൻ കൊടുത്ത് ഇവരെ എല്ലാം ഏകദേശം തുല്യ രീതിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ തുല്യമായിട്ട് അവർക്ക് അധികാര വികേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് കോൺഗ്രസ് കാലാകാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കിട്ടുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് തൊട്ടു മുമ്പിട്ടായിരുന്നു അബിൻ വർക്കിയുമായിട്ടുള്ളൊരു വിഷയം സംഭവിച്ചത്. അപ്പോൾ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടവും അബിൻ വർക്കിയും കൂടെ ആയിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ചത്. സംസ്ഥാന പ്രസിഡന്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അബിൻ വർക്കിയെ ദേശീയ തലത്തിലേക്ക് അയച്ചത്. അപ്പോ CPM-നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആക്ഷേപിച്ചിട്ടുള്ളത് NSSന്റെയും SNDP-യുടെ പേരിലാണ്. അതിന് എങ്ങനെ മറുപടി പറയും കോൺഗ്രസ്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോ CPM-നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് SNDP-യുടെ പേരിലും NSSന്റെ പേരിലാണ്. നമുക്കറിയാം, ഇപ്പോൾ SNDP-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ സ്വന്തം കാലിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനെ പറ്റി ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് CPM-നോടൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ NSSന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള G. സുകുമാരൻ നായരെ പിന്നിൽ നിന്നും കുത്തിയ കട്ടപ്പ എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ചിറക്കി ഒരുപാട് ആക്ഷേപിച്ചിരുന്നു. അപ്പോൾ അന്ന് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ CPM-നെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഇത്തരത്തിലുള്ള വർഗീയ നേതാക്കന്മാർ, അതായത് മത നേതാക്കന്മാരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ, കോൺഗ്രസിനെ ഒരു ക്രൈസ്തവ ബെൽറ്റ് ഇപ്പോ പിടിമുറുക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ ബെൽറ്റ് എന്നും കോൺഗ്രസിനോടൊപ്പം തന്നെയായിരുന്നു. ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നുള്ള ഒരുപാട് വോട്ടുകൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളും അതേപോലെ തന്നെ കോൺഗ്രസ് ആയിട്ടുള്ള ഹിന്ദുക്കളുടെ വോട്ടും ഇതെല്ലാം കൂടെ ചേരുമ്പോഴായിരുന്നു കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു വോട്ട് ബാങ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്രിസ്ത്യൻ ബെൽറ്റുകൾ കോൺഗ്രസിനെ എന്നാണോ അവര് പുറത്താക്കിയത്, അതിനുശേഷമാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു അപജയം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയുള്ള വോട്ടുകൾ വന്നും പോയി എല്ലാം നിൽക്കും. പക്ഷേ അടിത്തറയായിട്ട് നിന്നിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളും ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ ബെൽറ്റിന്റെ വോട്ടുകൾ, ഇതായിരുന്നു കോൺഗ്രസിനെ എന്നും നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ കൃത്യമായിട്ടൊരു പ്രാതിനിധ്യം, ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൃത്യമായിട്ടൊരു പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണവുമായിട്ടാണ് ക്രിസ്ത്യ ബെൽറ്റുകളുള്ള എല്ലാവരും വരുന്നത്. CPM-നെ സംബന്ധിച്ച് എന്താണ്, CPM എന്നും ഒരു മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്ന ഒരു ആ രീതിയിലാണ് CPM-നെ എന്നും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ആ മൃദു ഹിന്ദുത്വ അജണ്ടകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് കൂടുതലും CPM-നുള്ളത്. പിന്നെയുള്ള അവിടുത്തെ മുസ്ലിം, അതായത് CPM-നെ രണ്ട് തട്ടിലാണ് എല്ലാവരും കൂടുതൽ ആക്ഷേപിച്ചിട്ടുണ്ട്. ഒന്ന് CPM-ന്റെ ഹിന്ദു ബെൽറ്റും CPM-ന്റെ മുസ്ലിം ബെൽറ്റും ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടില്ല. പക്ഷെ അവിടെ നിന്ന് കോൺഗ്രസിനൊരു അടിപതറുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ കോൺഗ്രസ് മത നേതാക്കന്മാർ പറയുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്രയും നേരിടേണ്ടി വന്നിരുന്നതിന്റെ, അതായത് ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് NSSന്റെ പേരിലാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയത് എന്നുള്ള ഒറ്റ കുറ്റപ്പെടുത്തൽ കൊണ്ടാണ്. ഇത്രയും കഴിവുണ്ടായിട്ട് അദ്ദേഹം NSUവിന്റെ ചെറിയ പ്രായം തൊട്ട് NSUവിന്റെ നേതാവായിട്ട് കടന്നു വന്നതാണ്. അത്രയും കാലം തൊട്ട് കടന്നു വന്നതിന് ശേഷവും ഏറ്റവും വലിയ നാണക്കേടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് വിഭജനത്തിന്റെ സമയത്ത് NSS ഒരു പ്രസ്താവന നടത്തി, രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വിഷയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അവരൊരു പ്രസ്താവന നടത്തി. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്തു.
അവിടെ തൊട്ട് തുടങ്ങിയൊരു വിഷയമാണ്. NSSന്റെ പേരിലാണ് ആഭ്യന്തരമന്ത്രിയായത്, NSSന്റെ ആളാണ്, NSSന്റെ മാത്രമാണ് എന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തിന് വില പോലും കൊടുക്കാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചു. അത്രയും കഴിവുണ്ടായിരുന്ന മനുഷ്യനെ ഒരു മതത്തിന്റെ ഒരു ജാതിയുടെ പേരിൽ ജാതി നേതാവ് മാത്രമാക്കി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം ഇത് കേരള രാഷ്ട്രത്തിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് എല്ലാവരും കളിയാക്കുന്നത്? അത് ഒരു ക്രിസ്ത്യ മുഖമാണെങ്കിൽ പോലും അദ്ദേഹം നിന്നുന്ന സമയത്ത് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടു അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതാണ് ഒരു ലീഡർഷിപ്പിന്റെ ഗുണം. ഈ മത നേതാക്കന്മാർ പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ, അത് മാത്രം കേട്ട് അതിന്റെ രീതിയിൽ നമ്മൾ ഒരു റിസൾട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരള ജനത ആക്ഷേപിക്കും. ഇപ്പോ ഒരു മത നേതാവ് വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി, എന്നിട്ട് അതേപോലെ തന്നെ കോൺഗ്രസ് അയാളെ അത് കേട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കേരള ജനത നോക്കുമ്പോൾ എന്താണ്, അവിടെ ഇരിക്കുന്ന മത നേതാക്കന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തത്. ഇപ്പോ CPM ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ലൊരു വിജയം കിട്ടിയ സാഹചര്യത്തിലാണ്. അതിന് മുമ്പിട്ടാണെങ്കിൽ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പിട്ടാണെങ്കിലും CPM ഇട്ടുകൊണ്ടിരിക്കുന്ന വടി എന്തുവാ? അവരിട്ടുകൊണ്ടിരിക്കുന്ന ചൂണ്ട എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി മുസ്ലിമാണ്. ഈ സാധനം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. CPM ആണെങ്കിലും BJP ആണെങ്കിലും. ഇതിലെപ്പം കോൺഗ്രസ് കയറി കൊത്തുന്നോ, കോൺഗ്രസ് കയറി കൊത്തിക്കഴിഞ്ഞാൽ അപ്പാടി കിട്ടും. അപ്പോ CPM ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുമ്പോൾ UDF-നാണോ അതോ BJP-ക്കാണോ ഇത് ഗുണകരമാകുക? ഇത് നമ്മള് രാഷ്ട്രീയം അനുസരിച്ച് ഇതിപ്പോ ഏറ്റവും ഗുണകരമാകാൻ പോകുന്നത് CPM-ന് തന്നെയാണ്. CPM-നല്ല, BJP-ക്ക് തന്നെയാണ്. താൽക്കാലികപരമായിട്ട് CPM-ന് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ട് CPM-ന് ഗുണങ്ങളുണ്ടാവും. പക്ഷേ ഈ വർഗീയത ഒരു വിത്ത് പോലെയാണ്. ആ വിത്തുകൾ ഇങ്ങനെ പാവി ഇട്ടിട്ട് ഒരു സമയമാകുമ്പോൾ ഇത് പൊട്ടുമ്പം ഈ ചേരിയിലുള്ള പൊട്ടുന്ന ആളുകളൊക്കെ BJP-യിലേക്ക് പോകാൻ തുടങ്ങും. ശബരിമല വിഷയം അതൊരു വിത്തായിരുന്നു. വർഗീയപരമായിട്ടുള്ള ചില വിത്തുകൾ ഇട്ട് കൊടുത്ത് ഒരു സമയം കഴിഞ്ഞപ്പോ ഇപ്പൊ അങ്ങനെ ഒരു ലൈൻ സ്വീകരിച്ച ആളുകളെല്ലാം BJP-യുടെ സൈഡിലേക്കാണ് പോകുന്നത്. എന്താണ്? ആളുകളുടെ ചിന്താഗതികളെ മാറ്റാൻ മതത്തിന് കഴിയും. വികാരങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് ഇമോഷൻസ് ആണ്. ഭക്തിപരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ഇപ്പോ ദൈവവും അവര് ചെറിയ പ്രായം തൊട്ട്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഒരു ഹിന്ദു മതത്തിൽ ജീവിച്ചു വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ചെറിയ പ്രായം തൊട്ട് അമ്പലത്തിലും ക്ഷേത്രത്തിലും അങ്ങനെ പോയി നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള നമ്മുടെ ഒരു ആചാര ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരാൾ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു വർഗീയതയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കതൊന്നും ആ സമയത്ത് മനസ്സിലാവത്തില്ല. പിന്നീട് ആ വിത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടും. ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇമോഷൻസ് കൂടിയും കുറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. സാധനം ഇപ്പോൾ നമ്മുടെ കൂടെ അത്തരത്തിൽ ഇമോഷനുള്ള ഒരു 10 പേര് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സാധനം പൊട്ടും. അങ്ങനെയാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതും ഇവിടെ വർഗീയ വിഷയങ്ങൾ, വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാകുന്നതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് BJP-ക്കാണ് ഗുണകരമാവുന്നത്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ 3 വിഭാഗവുമായിട്ട് ചേർന്ന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതപരമായിട്ട് ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ മതപരമായിട്ട് ഉണ്ടാകാൻ പോകുന്ന സംഘടനകൾക്ക് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ കോൺഗ്രസോ CPM ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ പിന്നെ BJP-യും മറ്റു ഇതര സംഘടനകളും, മുസ്ലിം സംഘടനകളും, ക്രിസ്ത്യൻ സംഘടനകളും അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മതപരമായിട്ടുള്ള ഒരു ഏകീകരണം വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാൻ കഴിയണം. അഴിമതിയില്ലാത്ത നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന നല്ല രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഉണ്ടാകണം.